الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ സർവശക്തനായ അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ചു നരകത്തെ ഭയപ്പെട്ടു അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ ഓരോരുത്തരും കഠിനമായി പ്രയത്നിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന മുഅ്മിനുകളിൽ മുത്തഖികളിൽ നമ്മളെയൊക്കെ ചേർക്കുമാറാവട്ടെ. നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ മരണത്തെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ അനുദിനം നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. കോവിഡിന് ശേഷം ഒരാൾ മരണപ്പെട്ടു എന്ന വാർത്ത നെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയല്ലാതായി സമൂഹത്തിൽ മാറിയിട്ടുണ്ട്. ഒരാൾ മരിച്ചു, രണ്ടാൾ മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു സാധാരണ വാർത്തയായി സമൂഹം, നമ്മൾ വ്യക്തികൾ തന്നെ സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിലുള്ള യുവാക്കളും വിദ്യാർത്ഥികളും കൗമാരക്കാരുമൊക്കെയായ ആളുകൾ അവരൊക്കെ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ പോലും വളരെ അടുത്ത ബന്ധുക്കളിലൊഴികെ ബാക്കിയുള്ളവരിലൊന്നും അത് വലിയ ഞെട്ടലുകളൊന്നും ഉണ്ടാക്കുന്നില്ല. അത്രത്തോളം മരണത്തോട് നമ്മളൊക്കെ, നമ്മുടെ മനസ്സുകളൊക്കെ താദാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. നാളെ നമ്മുടെ പേര് ചേർത്ത് ഒരു വർത്തമാനം ഈ നാട്ടിലൊക്കെ ആളുകൾ സംസാരിക്കും. ഇന്നയാൾ മരിച്ചോലോ, ആ മരിച്ചു എന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ പേര് നമ്മുടെ ആരുടെയെങ്കിലും പേരാവാം. അത് കേൾക്കുമ്പോഴും വലിയ നെട്ടലൊന്നും ഈ നാട്ടിൽ ഉണ്ടാവില്ല. സാധാരണ പോലെ ആളുകൾ സ്വീകരിക്കും. ആ ഒരു വാർത്ത കേൾക്കുന്നതോടുകൂടി ആ വാർത്ത കേൾക്കാൻ പിന്നെ നമ്മളിവിടെ ഇല്ല. നമ്മൾ മരിച്ചു എന്ന വാർത്ത നമ്മൾ ഒരിക്കലും കേൾക്കൂല. അതോടുകൂടി നമ്മൾ അവസാനിച്ചു. അതുവരെ നമുക്കുണ്ടായിരുന്ന എല്ലാ ധാരണകളും, നമ്മളുണ്ടാക്കിയ എല്ലാ സ്വാധീനങ്ങളും അതോടുകൂടി അവസാനിച്ചു. പിന്നെ നമ്മൾ നിർജീവമാണ്, മരവിച്ച് കിടക്കും. മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധം വമിക്കും.
മണിക്കൂറുകൾ കൊണ്ട് ഭൂമിയുടെ ആഴത്തിൽ കുഴി കുത്തി ആ കുഴിയിൽ നമ്മളെ ഇട്ട് മണ്ണ് വാരിയിട്ട് മൂടി ആളുകൾ മടങ്ങും. പിന്നെ നമ്മളുമായി ബന്ധപ്പെട്ട് ഈ ലോകത്ത് അവശേഷിക്കുക നമ്മുടെ ജീവിതകാലത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങൾ മാത്രമാണ്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ആളുകൾക്കൊക്കെ ഉപകാരമൊക്കെ ചെയ്ത് ജീവിച്ച വ്യക്തിയാണെങ്കിൽ അയാളെ പറ്റി ഇടയ്ക്കിടയ്ക്കൊക്കെ ആളുകൾ നല്ലത് പറയും. അല്ല, മോശക്കാരനും മറ്റുള്ളവർക്ക് ബേജാറും വേദനകളുമായിട്ടൊക്കെ ജീവിച്ച ആളാണെങ്കിൽ അവരെക്കുറിച്ച് അങ്ങനെയും ആളുകൾ പിൽക്കാലത്ത് സംസാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടാൽ നിങ്ങൾ അയാളെക്കുറിച്ച് പിന്നെ മോശമായി സംസാരിക്കരുത്. കാരണം അയാൾ ചെയ്ത പ്രവർത്തനങ്ങളിലേക്ക് അയാൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ ശിക്ഷയാണെങ്കിൽ ശിക്ഷ, അല്ല നന്മയാണെങ്കിൽ നന്മ, അതിലേക്ക് അയാൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരാളെക്കുറിച്ച് അയാളുടെ മരണശേഷം മോശമായി സംസാരിക്കരുത്, നല്ലത് സംസാരിക്കണം. നമുക്കൊക്കെ വേണ്ടി ജീവിച്ച, നമ്മളൊക്കെ ഇങ്ങനെയാവാൻ വേണ്ടി എമ്പാടും കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കളൊക്കെ മരിച്ചുപോയില്ലേ? ആ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലില്ലേ? 24 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും നമ്മുടെ ബാപ്പയെ കുറിച്ചോ മരിച്ചുപോയ ഉമ്മാനെ കുറിച്ചൊക്കെ ഓർക്കാത്ത എത്ര ദിവസങ്ങൾ ഈ ലോകത്തുണ്ടല്ലേ, എത്ര നമ്മുടെ ജീവിതത്തിലുണ്ടല്ലേ? അത്രമാത്രം നമുക്ക് വേണ്ടി ജീവിച്ചവർ പോലും ഈ ലോകത്ത് വിസ്മരിക്കപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കഥ ആരാ ഓർക്കുക? ഒരു 10 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചുപോയ എത്ര ആൾക്കാരെ നമുക്ക് ഓർമ്മയുണ്ട്? ഒരു 20 കൊല്ലം മുമ്പ് മരിച്ചുപോയ എത്ര ആൾക്കാരെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്? ഒരു 30 കൊല്ലം മുമ്പ് മരിച്ച എത്ര ആളുകളുടെ മുഖം നമുക്ക് കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ട്? അത്രയേ ഉള്ളൂ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്ന രൂപത്തിൽ അല്ലാഹു പറയുന്നത്, വമാ ജഅൽനാ ലി ബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ. മുഹമ്മദ് നബിയെ കാലാകാലം ഈ ലോകത്ത് ജീവിക്കുക എന്നത് ഒരു മനുഷ്യനും അങ്ങനെ ഒരവസ്ഥ നാം ഈ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടില്ല. മരിക്കാതെ അമരനായി മരിക്കാതെ എല്ലാ കാലത്തും ഈ ലോകത്ത് ജീവിക്കുക എന്നത് ഒരു മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ ഒരു കൽപ്പന പടച്ച റബ്ബ് ഉണ്ടാക്കിയിട്ടില്ല. അഫഇമ്മിത്ത ഫഹും ഖാലിദൂൻ. നീ പോലും മരിക്കും, പിന്നെണ്ടോ മറ്റുള്ള ആൾക്കാരുടെ അവസ്ഥ? അല്ലാഹു തആല ഖുർആനിൽ ചോദിക്കുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ സംഗതിയാണ് മരണം. എപ്പോഴും ആവാം, ഈ ഇരുത്തത്തിലാവാം, കുറച്ച് കഴിഞ്ഞിട്ടാവാം, പിന്നെ കുറച്ച് കഴിഞ്ഞാവാം, പിന്നെ കുറച്ച് കഴിഞ്ഞാവാം, എപ്പോഴും ആവാം. അതിന് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട, കാരണമില്ല. മരിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരയാറ്. എന്താ കാരണം? ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തും, വിഷം കഴിച്ചിട്ടാണ്, അല്ലെങ്കിൽ മർദ്ദനങ്ങളാണ്, അപകടമാണ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള അറ്റാക്കാണ്, അല്ലെങ്കിൽ സ്ട്രോക്കാണ്. ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്ന കാരണമാണ്. മരണത്തിന് ആകെ ഒരൊറ്റ കാരണം മതി. എന്താ അറിയോ? അള്ളാഹു നിശ്ചയിച്ച സമയം എത്തുക എന്ന ഒരൊറ്റ കാരണത്തിൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അള്ളാഹു നിശ്ചയിച്ച അവധി എത്തിയാൽ അത് സംഭവിച്ചിരിക്കും. അപ്പം മരിക്കുക എന്നതിന് ഒരൊറ്റ കാരണം. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ അകാല മരണം. ചില ആൾക്കാരൊക്കെ ചെറിയ പ്രായത്തിൽ മരിക്കുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു ഭാഷാ പ്രയോഗമാണ് അകാല ചരമം. എന്നാൽ അകാല ചരമം കാലമാകാത്ത ചരമം, കാലമെത്താത്ത മരണം. അങ്ങനെ കാലമെത്താതെ മരണം നടക്കുമോ? കാലമെത്താതെ മരണം നടക്കൂല. മരണം എന്നത് അതിൻ്റെ കൃത്യമായ മണിക്കൂറും മിനിറ്റും സെക്കൻഡും, ആ സെക്കൻഡിന്റെ 1000ൽ അംശമുണ്ടെങ്കിൽ അതും ഒത്തുവരുമ്പോഴേ മരണം നടക്കും. അപ്പം മരണം എന്നതിന് ഒരൊറ്റ കാരണം, അത് അള്ളാഹുവിൻ്റെ വിധി എത്തുക എന്നതാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എത്രമാത്രം ഭദ്രമായ സ്ഥലത്താണെങ്കിലും, എത്രമാത്രം ഭദ്രമായ കോട്ടക്കുള്ളിലാണെങ്കിലും, എത്ര പ്രഗത്ഭരായ ഡോക്ടർമാരും കാവൽക്കാരും കാത്തിരിക്കുന്ന എത്ര സുരക്ഷിതമായ ഇടത്തിൻ്റെ നടുവിലാണെങ്കിലും യുദ്രിക്കുമുൽ മൗത്ത്, അത് കറക്റ്റ് സമയത്ത് വരും. എത്രയേ ഡോക്ടർമാർ കൂട്ടം കൂടി നിന്ന് എല്ലാ മിഷനറികളും എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ ഇടക്കുന്നാണ് ഒരു ഡോക്ടർക്ക് സംശയം, മരിച്ചിട്ടുണ്ടോ? പിന്നത്തെ പരിശോധനയിലാണ് മരിച്ചിട്ടുണ്ട് എന്നാണ് ബോധ്യമാവുക. അതാണ് പോകും കറക്റ്റ് സമയത്ത്. എത്ര ആൾക്കാർ കാവൽ നിന്നാലും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു നോക്കൂ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാക്കുണ്ട്,
ഇദാ ഖലല്ലാഹു ലി അബ്ദിൻ അൻ യമൂത ബി അർളി, ഒരു വ്യക്തി ഇന്ന സ്ഥലത്ത് മരിക്കണം എന്നാണ് അള്ളാഹു നിശ്ചയിച്ചത് എങ്കിൽ ജഅല ലഹു ഇലൈഹാ ഹാജതൻ, ആ സമയത്ത് അവിടേക്ക് അവനെ എത്തിക്കുന്ന ഒരു കാരണം അവന്റെ ജീവിതത്തിലാണ് ഉണ്ടാവുന്ന. ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ പോകാത്ത ഒരു സ്ഥലത്തേക്ക്, ഒരുപക്ഷെ അവിടെ വെച്ചാണ് ഞാൻ മരിക്കണമെന്ന് എൻ്റെ റബ്ബ് നിശ്ചയിച്ചത് എങ്കിൽ ആ സ്ഥലത്തേക്ക് ഞാനങ്ങ് എത്തും. ഇന്നാരും പിടിച്ചു കൊണ്ടോണ്ട, എൻ്റെ ആത്മാവിനെ പിടിക്കാൻ അള്ളാഹു നിശ്ചയിച്ച് ഇന്ന സ്ഥലമാണ്, അതുകൊണ്ട് അങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഒരു മലക്ക് എൻ്റെ കോളർ പിടിച്ചു വലിച്ച് അങ്ങോട്ട് പോകേണ്ടി വരൂല. ഞാൻ അവിടേക്ക് എത്തും. അത്രയും കൃത്യമാണ് എൻ്റെ മരണം, മരണസമയം, മരണത്തിൻ്റെ രൂപം, മരണത്തിൻ്റെ സ്ഥലം, അതൊക്കെ അത്രമേലല്ലേ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. ഈ ലോകം എപ്പോഴാണ് അവസാനിക്കുക? എല്ലാ വസ്തു നശിക്കലാണല്ലോ ലോകത്തിന്റെ അവസാനം. എല്ലാം സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം 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 ഇല്ലാതാകുന്ന ഒരവസ്ഥ വരുന്ന കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഏറെ അത്യുന്നതനും പ്രതാപവാനുമായ അല്ലാഹു ഒഴികെ ബാക്കിയുള്ളത് മുഴുവനും ഇല്ലാതാകുന്ന ഒരു ദിവസം വരാണ്ട്. അതിനെയാണ് നമ്മൾ അന്ത്യനാള് എന്നൊക്കെ വിളിക്കാറ്. ആ അന്ത്യനാള് എപ്പോഴാണ് സംഭവിക്കുക അതിനെക്കുറിച്ചുള്ള വിവരം അള്ളാന്റെ അടുത്ത് മാത്രമാണ്, വേറെ ഒരാൾക്കും അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കുറച്ച് കുറവുണ്ട്, നമ്മുടെയൊക്കെ കുറച്ച് മുമ്പത്തെ കാലഘട്ടത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറെ നോട്ടീസ് ഇറങ്ങാറുണ്ടല്ലേ. മദീനത്ത് പോയി പ്രവാചകന്റെ ഖബറിന്റെ അടുത്ത് കിടന്നുറങ്ങുമ്പോൾ പ്രവാചകൻ വന്ന് പറഞ്ഞു 2021 ഖിയാമത്ത് നാൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ കഥ വരില്ലേ. എന്നിട്ട് നോട്ടീസായിട്ട് ഇറങ്ങും. ഈ നോട്ടീസ് 50 കോപ്പി ആരെങ്കിലും പ്രസിദ്ധീകരിച്ചാൽ ഒരു ഭാഗ്യ ടിക്കറ്റ് ഭാഗ്യക്കുറി കിട്ടും. ഈ നോട്ടീസ് കീറിക്കഴിഞ്ഞു എൻ്റെ കുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വാർത്തകൾ ഉണ്ടായിരുന്നു ഇടക്കാലത്തൊക്കെ. സത്യത്തിൽ ഖിയാമത്ത് നാള് എപ്പോഴാണ് സംഭവിക്കുക എന്ന് പടച്ച റബ്ബിനല്ലാതെ ആർക്കും അറിയില്ല, ആർക്കും അറിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ മുഹമ്മദ് മതസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? ആ ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിന് കൊടുത്ത മറുപടി എന്താ? ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ച നിങ്ങളും ചോദിക്കപ്പെട്ട ഞാനും കണക്കാണെന്നാ. നമുക്ക് രണ്ടാൾക്കും ഒന്നും അറിയില്ല. ചോദിച്ച നിങ്ങൾക്കും അറിയില്ല, ചോദിക്കപ്പെട്ട എനിക്കും അറിയില്ല. അതിനെപ്പറ്റിയുള്ള വിവരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. രണ്ടാമത്തേത് വയുനസ്സിലുൽ ഗൈസ, അവൻ മഴ പെയ്യിക്കും. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മഴ പെയ്യിക്കും. മഴ എപ്പോഴാണ് പെയ്യെന്ന് കൃത്യമായിട്ട് പറയാൻ ആരെക്കൊണ്ടും കഴിയില്ല, സാധ്യതകൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കോടികളൊക്കെ മുടക്കിയിട്ട് നടത്തുന്ന പല പരിപാടികളും മഴ മൂലം ഉപേക്ഷിക്കാറില്ലേ? എന്താ കാരണം? അന്ന് മഴ പെയ്യുമോ ഇല്ലേ എന്ന് നിർണ്ണയിക്കാൻ ഈ ലോകത്ത് മനുഷ്യന്റെ ഏതെങ്കിലും സംവിധാനങ്ങൾക്ക് സാധിക്കുമായിരുന്നെങ്കിൽ കോടികൾ വരുമാനമുള്ള ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദികൾ പോലും മഴ മൂലം മാറ്റിവെക്കാറില്ലേ? ഫുട്ബോൾ മത്സരങ്ങൾ മഴ മൂലം മാറ്റിവെക്കാറില്ലേ? ലോകത്തിലെ പ്രഗത്ഭരായ വ്യക്തികൾ പങ്കെടുക്കുന്ന ഇന്റർനാഷണൽ സമ്മേളനങ്ങളൊക്കെ മഴ കാരണത്താൽ മാറ്റിവെക്കാറില്ലേ? എന്താ കാരണം? മഴ എപ്പോഴാ പെയ്യാന്ന് കൃത്യമായിട്ട് പറയാൻ പടച്ച റബ്ബിനല്ലാതെ ഒരാളെ കൊണ്ട് കഴിയില്ല. പിന്നെ സാധ്യതകൾ, കാർമേഘം, അതേപോലെ അന്തരീക്ഷത്തിൽ ഉഷ്ണവാദങ്ങളും ശൈത്യവാദങ്ങളും അവയുടെ സഞ്ചാരങ്ങൾ, ഇതൊക്കെ കണ്ട് പഠിച്ചിട്ട് സാധ്യതകൾ പറയാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അത് ഉറപ്പിച്ചു പറയാനുള്ള അറിവ് അത് അള്ളാഹുവിന്റെ അടുക്കലാണ്. ഒരു മനുഷ്യന്റെ ഗർഭാശയത്തിൽ എന്താണ് രൂപപ്പെട്ടു വരുന്നത് അതിങ്ങനെ സൂക്ഷ്മദർശിനി കൊണ്ട് കാണാവുന്ന പരുവത്തിലാവുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് അതെന്തായി ഒരു ഭ്രൂണവും ഒരണ്ടവും ഒരു ബീജവും കൂടിച്ചേർന്ന് അതെന്താണാവുക, അതാണാവോ പെണ്ണാവോ കറുപ്പാവോ വെളുപ്പാവോ ഇതൊക്കെ ആർക്കാ നിർണ്ണയിക്കാൻ പറ്റുക? അതായി വരുമ്പോൾ സൂക്ഷ്മ വസ്തുക്കൾ ഉപയോഗിച്ച് അതിന്റെ രൂപം നിർണ്ണയിച്ച് വൈദ്യശാസ്ത്രം നിശ്ചയിച്ച സൂചനകളൊക്കെ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ പറയാമെന്നല്ലാതെ അത് രൂപപ്പെടുന്ന സമയത്ത്, രൂപപ്പെടും മുമ്പ് ആർക്കാ അത് പറയാൻ പറ്റുക? തീർന്നില്ല. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ. നമ്മളൊക്കെ ജീവിതം നാളെ എന്തൊക്കെയാവുക എങ്ങനെയൊക്കെയാവുക എന്ന് ഒരാൾക്കും അറിയില്ല. ഇന്നിങ്ങനെ പ്രൗഢമായി ജീവിക്കണം നമ്മൾ, നാളെ ഒരു പക്ഷേ ഒന്നുമില്ലാത്തവനായിട്ട് കറങ്ങി നടക്കുന്നത് കാണാം. കോഴിക്കോട് കടപ്പുറത്തെ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം പങ്കുവെച്ച്. കോഴിക്കോട് കടപ്പുറത്തിൻ്റെ ഒരാൾ അത്തറ് വിറ്റ് നടക്കുന്നു, കുറച്ച് പ്രായമുള്ള ഒരാൾ. അപ്പൊ അത്തറ് വിറ്റ് നടന്നപ്പോൾ ഇദ്ദേഹം അത്തറ് വില വെച്ചൊക്കെ സാധാ നമ്മുടെ പള്ളിയിലെ മുമ്പിൽ കാണുന്ന സാധാ അത്തറ, അങ്ങനെ ക്വാളിറ്റി സാധനമൊന്നല്ല, നാടൻ അത്തറുകളാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അപ്പൊ അയാൾ ഈ അത്തറ് വിൽക്കേണ്ട ആളല്ല,
വലിയ പണക്കാരനാണ്, നല്ല വരുമാനമുള്ള ഒരു കെട്ടിട സമുച്ചയത്തിൻ്റെ ഉടമസ്ഥനാണ്, സുഖമായി ജീവിച്ചവനാണ്. പക്ഷേ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി അതാണ് വിറ്റ്. 2 മക്കൾക്കും ദൂരെ എവിടെ അമേരിക്കയിലോ UK-യിലൊക്കെ ജോലിയായി. അവരും ബാപ്പയും തമ്മിൽ ചില വിഷയങ്ങളിൽ, ചെറിയ സംസാരങ്ങളിൽ ചില എന്താ പറയുക അസ്വാരസ്യങ്ങളുണ്ടായി. ഉമ്മ അവരുടെ കൂടെ പോയി. ഇപ്പം ജീവിക്കാൻ മാർഗമില്ലാതെ, വീടില്ലാതെ ഇയാൾ അത്ര വിറ്റ്. ഒരു കുറഞ്ഞ കാലം മുമ്പ് വരെ പ്രൗഢിയോടുകൂടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ എത്ര പെട്ടെന്നാണ് അയാൾ ജീവിതത്തിൻ്റെ പുറംപോകേക്ക്. ഇതൊക്കെ ഒരു എല്ലാവർക്കും വന്നേക്കാവുന്ന അവസ്ഥകളാണ്. നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ എത്ര ആൾക്കാർ നമ്മുടെ മുമ്പിൽ കഥയുണ്ട്. പ്രൗഢിയോടെ ജീവിച്ചവർ ഒന്നുമില്ലാത്തവരായി മാറിയ, ആരോഗ്യത്തോടെ ഓടിപ്പാഞ്ഞ് നടന്നിരുന്ന ആളുകൾ പെട്ടെന്ന് കിടപ്പിലായ, സന്തോഷത്തോടെ ജീവിച്ചവർ പെട്ടെന്ന് മനസ്സിൻ്റെ സമനില തെറ്റിയ, നല്ല വരുമാനത്തോടെ ജീവിച്ചവര് പെട്ടെന്ന് കടക്കാരനായി മാറിയ എത്ര ആളുകളും അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യന്റെ നാളത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. ഏത് മണ്ണിൽ എവിടെ വെച്ച് ആയിരിക്കും മരണമെന്ന് ഒരു മനുഷ്യനും അറിയില്ല. ഇതൊക്കെ പടച്ച റബ്ബ് നിശ്ചയിച്ച കാര്യങ്ങളാണ്. അപ്പം മനുഷ്യനെ സംബന്ധിച്ച് എത്രയേറെ പുരോഗതിയും കഴിവും ഒക്കെ ആർജിച്ചു എന്ന് പറയുമ്പോഴും തീർത്തും മനുഷ്യനെ നിസ്സഹായനും നിസ്സാരനുമാക്കുന്ന സംഗതിയാണ് അവനെ തേടിയെത്തുന്ന മരണം. എത്ര പ്രതാപവാനാവട്ടെ, മരിക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീർന്നു. അവൻ്റെ അഹങ്കാരവും അവൻ്റെ ശക്തിയും എല്ലാം തീർന്നു. കണ്ണൊക്കെ ഒരു വല്ലാത്ത പരുവത്തിലായി, ശരീരത്തിലെ മുഖത്തെ രക്തമൊക്കെ വാർന്ന് അവനങ്ങനെ. നമ്മുടെ ബഹുമാന്യനായ ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസുഫ് അലി സാഹിബിൻ്റെ ഒരു ചെറിയ ശബ്ദം ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചത്, കുറച്ച് പഴക്കമുള്ളതാണ്, ഞാൻ കേട്ടത് ഇപ്പോഴാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഉമ്മക്ക് അസുഖമായപ്പോൾ ആ ഉമ്മയെ ചികിത്സിക്കാൻ വേണ്ടി അദ്ദേഹം നാട്ടിലില്ല. അദ്ദേഹം ഉമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരോട് പറഞ്ഞത്, എത്ര പണം ചെലവഴിച്ചോളൂ, എവിടെ നിന്നും ഡോക്ടർമാരെ വരുത്തിക്കോളൂ, ഏത് മരുന്നും വാങ്ങിക്കോളൂ, പണത്തിന് തടസ്സമുണ്ടാവുകയില്ല, എന്ത് ചികിത്സയും കൊടുത്തോളൂ എന്നാ ഡോക്ടർമാർ പറഞ്ഞത്രേ. ഒരു ചികിത്സയും ഫലിക്കാത്ത അവസ്ഥയിലാണ്, പണത്തിൻ്റെ കെട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? ലോകത്ത് പണത്തിന് ഒരു വിലയുമില്ലെന്ന് എനിക്ക് ബോധ്യമായ സമയമായിരുന്നു അത്. പണത്തിനൊരു പഞ്ചമല്ല, കോടികൾ വേണമെങ്കിൽ 100 കോടി വേണമെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് അവിടെ എത്തിക്കാൻ സാധിക്കുന്ന വ്യക്തിക്ക് ഒരു ഉറുപ്പിക പോലും ചെലവഴിക്കാനുള്ള അവസരമുണ്ടായില്ല എന്നാണ് മരണത്തിൻ്റെ മുമ്പിൽ. അപ്പം മനുഷ്യനെ തീർച്ചയായിട്ടും നിസ്സാരനും നിസ്സഹായനുമാക്കുന്ന ആരാണ് മനുഷ്യൻ? നമ്മളൊക്കെ ജീവിതകാലത്തോ ഞാനാരാ ഞാൻ ഭയങ്കര എന്നൊക്കെ നമുക്ക് തന്നെ പറയാൻ പറ്റും. പക്ഷെ ഒന്നുമല്ല, നമ്മളൊക്കെ സീറോ ആണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെയൊക്കെ നാളെ ഷാക്കിർ മരിച്ചു എന്ന് ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ അത് കേൾക്കാൻ ഞാൻ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ പേരിനെയും ചേർത്ത് അങ്ങനെ ഒരു പദം ഈ ലോകത്ത് പറയുമല്ലോ. തീർച്ചയായും എന്നെപ്പറ്റി എന്തായാലും അങ്ങനെ പറയില്ല എന്ന് പറയേണ്ട ഒരാൾ ഈ കൂട്ടത്തിൽ ഇല്ലല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യഗ്നി അൽ മൗത്ത്. അക്സിറു, നിങ്ങൾ ജീവിതത്തിൽ ധാരാളം ഇങ്ങനെ വർദ്ധിപ്പിക്കണം. എന്താ വർദ്ധിപ്പിക്കേണ്ടത്? ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. ലദ്ദാത്ത് എന്ന് പറഞ്ഞാൽ ആസ്വാദനങ്ങൾ എന്നാണ്. ഹാദിം എന്ന് പറഞ്ഞാൽ ആസ്വാദനങ്ങളെ ഇല്ലാതാക്കുന്ന, ജീവിതത്തിൽ നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന, സുഖിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആ ഇഷ്ടങ്ങളെയും ആസ്വാദനങ്ങളെയും ഒക്കെ ഒരു സെക്കൻഡ് കൊണ്ട് അത് ഇല്ലാതാക്കുന്ന, പിന്നെ അങ്ങനെ ഒരു ആസ്വാദനമല്ല, ഇല്ലാതാക്കുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം എന്നാണ്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എന്നതുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർമ്മിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. ഖബറുകൾ സന്ദർശിക്കാൻ പ്രവാചകൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഖബർ സിയാറത്ത് പ്രവാചകൻ നിരോധിച്ചു. അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. ആളുകൾ ഖബറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഖബറിലുള്ള ആളുകളോട് പ്രാർത്ഥിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥകളൊക്കെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഖബർ സന്ദർശിക്കരുത്. പക്ഷേ ആളുകളുടെ വിശ്വാസമൊക്കെ നേരെയായി, തൗഹീദൊക്കെ ഒന്ന് പ്രബലമായപ്പോൾ ഖബറിലുള്ള വ്യക്തിയോടല്ല അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ട ഒരു കാലത്ത് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് ഖബർ സിയാറത്ത് അനുവദിച്ചിരിക്കുന്നു. ഖബർ സിയാറത്ത് അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാരണമായി റസൂൽ പറഞ്ഞത്, അത് നിങ്ങളിൽ മരണബോധവും പരലോകബോധവും ഉണ്ടാക്കുന്ന. അങ്ങനെ ആ പള്ളിപ്പടിക്ക കൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളൊന്ന് അങ്ങോട്ട് ഇടത്തോട്ട് നോക്കണം. പ്രഗത്ഭരാണ് അവിടെ കിടക്കുന്നത്. ഈ ചുങ്കത്തറയുടെ വിറപ്പിച്ച ചുങ്കത്തറയുടെ ഈ റോഡുകളെ, വഴിയോരങ്ങളെയൊക്കെ ഒരു കാലത്ത് പിടിച്ചു കുലുക്കിയ,
ഒരു കാലത്ത് ഈ നാടിൻ്റെ നാടിമിടിപ്പും എല്ലാമായിരുന്ന ആളുകളാണ് ആ മണ്ണിൻ്റെ അടി കിടക്കുന്നത്. അതിലെങ്ങനെ പോകുമ്പോൾ നമുക്ക് ഓർമ്മ വരണം, നാളെ ഞാനും ഇവിടെ എവിടെയെങ്കിലും അടക്കപ്പെടും. ഏതെങ്കിലും ഒരു നാളെ നമ്മൾ ഒരു കബറിൽ മണ്ണിട്ട് തിരിച്ചു പോരുമ്പോഴേ ഒന്നും കൂടി തിരിഞ്ഞു നോക്കണം, അടുത്ത കബറ് ആർക്കും വേണ്ടി ഇക്കാരം കുഴിക്കുക. ഒരു പക്ഷേ എനിക്കുള്ള കബറാവാം, നിങ്ങൾക്കുള്ള കബറാവാം. അപ്പൊ ഈ മരണത്തെക്കുറിച്ചുള്ള ഒരു ബോധം മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്ലാമിലൊരു പുണ്യകർമ്മ. ഇന്ന് ഭൗതിക ലോകത്ത് ഈ ഭൗതിക ലോകം ആകപ്പാടെ ശ്രമിക്കുന്നത് എന്താ അറിയോ? മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മരണബോധം ഇല്ലാതാക്കാനാണ്. അതിന്റെ മാർഗം എന്താ അറിയോ? ആഘോഷങ്ങള്, ആർഭാടങ്ങള്, ലഹരി, പെണ്ണ്, അങ്ങനെ ആസ്വാദനത്തിന്റെ ലോകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയിട്ട് ആ മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ലോകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുക, എന്നിട്ട് എല്ലാ തോന്നിയാസത്തിനും അവനെ വിധേയനാക്കുക എന്നതാണ് പുതിയ കാലത്തിന്റെ മുദ്രാവാക്യം. എന്നാൽ ഇസ്ലാം നേരെ മറിച്ച് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കാൻ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണമെന്ന് മതം പഠിപ്പിക്കുക. കാരണം മരണബോധം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല. നമുക്കൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ അഹങ്കാരത്തോട് ജീവിക്കുമ്പോഴും ഒരു സ്ട്രോക്ക്, ഒരു നെഞ്ചുവേദന, ഒരു 4 ദിവസം ആശുപത്രി കിടക്കട്ടെ, തിരിച്ചു വന്നാൽ 5 ഒക്തരും പള്ളിക്കുണ്ടാവും. അതിന് പ്രത്യേകിച്ച് വയലൊന്നും കേൾക്കണ്ട. എന്താ അറിയോ? ഏറ്റവും വലിയ വായിൽ, ഏറ്റവും വലിയ ഉത്ബോധകൻ ഈ മരണചിന്തയാണ്. അതുണ്ടായാൽ പിന്നെ ഓരോ പിന്നാലെ ആരും കൂടണ്ട, അങ്ങോട്ട് വന്നോളൂ അല്ലേ? അപ്പൊ നമ്മളൊക്കെ ഈ ഒരു കാര്യം, മരണവാർത്തകൾ അടുത്ത ദിവസം നമ്മുടെ സഹോദരനായിരുന്ന നമ്മുടെ വെള്ളാരമ്പാറ നമ്മുടെ റഫീഖിന്റെ മകൻ ആദിൽ റഫീഖിന്റെ മരണം വളരെയേറെ നമ്മളെ വേദനിപ്പിച്ചു. വളരെ ചെറുപ്പക്കാരനായ 10-22 വയസ്സുള്ള ചെറുപ്പക്കാരൻ ജീവിത സന്ധാരണത്തിന്റെ യാത്രയിൽ അല്ലേ, എത്ര പെട്ടെന്നാണ് അള്ളാഹുവിന്റെ വിളി കേട്ട് പോയത്. അള്ളാഹു നിശ്ചയിച്ച സമയമാണ്, അള്ളാഹു നിശ്ചയിച്ച സമയമാണ്, അള്ളാഹു നിശ്ചയിച്ച സ്ഥലമാണ്. ഒക്കെ നിശ്ചയ സ്ഥലത്തേക്ക് മനുഷ്യന്മാരെത്തും. അതിൽ നമ്മൾ പിന്നെ കാരണങ്ങൾ കണ്ടെത്തി അങ്ങനെയായി ഇങ്ങനെയായി അതിന്റെ പേരിൽ സങ്കടപ്പെടണ്ട. അത് അള്ളാഹു നിശ്ചയിച്ചു. നമ്മുടെ ആയുസ് അള്ളാഹു പറയണേ, റസൂലുള്ള പഠിപ്പിക്കണേ, നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ 120 ദിവസം പൂർത്തിയാകുമ്പോൾ, 4 മാസമാണ് അത് പൂർത്തിയാകുമ്പോൾ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയക്കുന്ന ആ ഗർഭാശയത്തിലേക്ക്. എന്തിനറിയോ? ഒന്ന് ജീവൻ സന്നിവേശിപ്പിക്കാൻ. അന്ന് മുതൽ നമ്മുടെ ഹൃദയം മിടിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ അവിടെ രേഖപ്പെടുത്തുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. ആ ജീവൻ സന്നിവേശിപ്പിക്കുന്നത് മുതൽ മിടിക്കാൻ തുടങ്ങിയ ഹൃദയം ഉണ്ടല്ലോ, അതാണ് നിൽക്കും. ആ ജീവൻ തിരിച്ചെടുക്കുമ്പോൾ ഒരു സിം ഇട്ടമായിരിക്കാം, എത്ര വില കൂടിയ മൊബൈലാവട്ടെ, സിമ്മൻ ഇട്ടാൽ വർക്ക് ചെയ്യും, ആ സിമ്മിന് ഊരിയാൽ നിൽക്കും. അത്രയേ ഉള്ളൂ. നമ്മുടെ ശരീരം എത്ര ഭംഗിയുള്ളതോ എത്ര എന്തുള്ളതോ ആവട്ടെ, ആ ആത്മാവിനെ റൂഹിനങ്ങട്ട് ഊരിയാൽ പിന്നെ അത് കഴിഞ്ഞു, ഇത് പിന്നെ ഒന്നിനുമില്ല. ആ ഒരു ബോധത്തോടു കൂടി അള്ളാഹു നമ്മുടെ സഹോദരൻ ആദിൽ റഫീഖിന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖി ജീവിതം അള്ളാഹു സമാധാനപരമാക്കി കൊടുക്കുമാറാവട്ടെ. ഈ ചെറിയ പ്രായത്തിലെ അദ്ദേഹം നഷ്ടപ്പെടുന്ന നഷ്ടത്തിന്റെ ഭാരം കുടുംബത്തിന് താങ്ങാനാവാത്തതാണ്. അള്ളാഹു ആ കുടുംബത്തിന് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. മറ്റൊരു സഹോദരൻ, നമ്മുടെ അണ്ടിക്കുന്നിൽ താമസിക്കുന്ന തോരൻ ഷാജഹാൻ എന്നറിയപ്പെടുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ വിളിച്ചിരുന്നു. അദ്ദേഹം വളരെ ക്രിട്ടിക്കലായ അവസ്ഥയിലാണ്. കോട്ടക്കൽ ഭാഗത്താണ്, അൽമാസ് ഹോസ്പിറ്റലാണ്. ഒരു അപകടം പറ്റി അദ്ദേഹം വെന്റിലേറ്ററിലാണ്. ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ആശ്വാസം നൽകട്ടെ. അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു എത്രയും പെട്ടെന്ന് മോചനം നൽകുമാറാവട്ടെ. കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. ഇത്തരം വാർത്തകളും വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ പറ്റി ഒന്ന് ആലോചിക്കാം. എന്നിട്ട് ഒന്ന് ഒരുങ്ങുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനാരാണ്? നമ്മളാരാ പറയാ? നമ്മൾ ആമസോണിന്റെ മുതലാളിയോ അല്ലെങ്കിൽ നമ്മൾ പുതിയ കമ്പ്യൂട്ടറുകളുടെ പുതിയ പ്രോഗ്രാമുകൾ കണ്ടെത്തുന്ന വലിയ ആളുകളൊക്കെയാണ് ഈ ലോകത്തിലെ ബുദ്ധിജീവികളായിട്ട് പറയാറ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത് ആരാണ് ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ? പ്രവാചകന്റെ മറുപടി എന്താ? നിങ്ങൾ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുകയും ആ മരണത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച്, അതിനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ഒരുക്കം നടത്തുകയും ചെയ്തവനാണ് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ. നോക്കൂ, നിങ്ങൾ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നമ്മൾ ചുരുണ്ടുകൂടി കിടന്നിരുന്ന കാലത്ത്, ഉമ്മാൻ്റെ വയറ്റിൽ നമ്മൾ ചുരുണ്ടുകൂടി കിടന്ന കാലത്ത്, നമുക്ക് ആരെങ്കിലും വന്നിട്ട് ആ കുട്ടിയോട് പറയണ്, നീ ജനിക്കാൻ പോകുന്ന ലോകം ഇങ്ങനെയൊക്കെയാണ്, അവിടെ തീവണ്ടി ബസ്സും കാറും ആനയും ആമയെ കണ്ടു പറഞ്ഞാൽ ആ കുട്ടി അത് വിശ്വസിക്കൂലല്ലോ. കാരണം അവനത് കണ്ടിട്ടില്ലല്ലോ. എന്നാൽ ആരെങ്കിലും ഇത് കണ്ട ഒരാൾ ഉമ്മാന്റെ ഗർഭാശയത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ടോ? അതുമില്ലല്ലോ. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് മരണത്തിന് ശേഷം സ്വർഗം നരകം കണ്ട ആരെങ്കിലും ഉണ്ടോ, മരിച്ചുപോയ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ?
നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളില്ലേ? ഒരു ഘട്ടത്തിൽ ജീവിക്കുന്നവരാരും അടുത്ത ഘട്ടത്തിലുള്ളവരെ കണ്ടിട്ടില്ല. പക്ഷേ എല്ലാ ഘട്ടങ്ങളും സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ കൃത്യമായ അറിവുകളും വിവരങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. മരണത്തിന് മുമ്പുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പടച്ച റബ്ബ് കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ മരണത്തിനു ശേഷം വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പടച്ച റബ്ബ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഈ മതത്തിൻ്റെ ഒരു വല്ലാത്ത സവിശേഷതയാണ്. പല മതങ്ങളും മരണാനന്തര ജീവിതം എങ്ങനെയാണ് എന്ന വിഷയത്തിൽ ഇരുട്ട് തപ്പുമ്പോൾ ഇസ്ലാമിൻ്റെ മരണാനന്തര ജീവിതം വളരെ കൃത്യമാണ്. ഖുർആനൊക്കെ പരിശോധിച്ച് നോക്കിയാൽ മരണത്തിന് മുമ്പുള്ള ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാളേറെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ അഹങ്കാരം, പരസ്പരമുള്ള ആ കുശുമ്പും കുന്നായ്മയും ഒക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഞാൻ ഒറ്റക്കാകും, ബാക്കിയുള്ളവരൊക്കെ എൻ്റെ പിന്നാലെ വരും, അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർ മണ്ണിട്ട് പോരും, അങ്ങനത്തെ ഒരു നാളെ, അത് നാളെ ആവോ അതോ ഇന്ന് തന്നെ ആവോ എന്ന് പറയാൻ ഒരു നിവൃത്തി ആർക്കും ഇല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കുക മരണത്തിന് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തിൻ്റെ മരണവും സന്തോഷത്തിൻ്റെ മരണാനന്തര ജീവിതവും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.